ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ഞാനിപ്പോൾ ഇരിക്കുന്ന പള്ളിയിൽ ഞാൻ വന്നിട്ടൊരു വർഷമായി. ഇപ്പം എൻ്റെ മുറിയിലൊരു പഴയ അലമാര ഉണ്ടായിരുന്നു. പക്ഷേ അത് ലോക്ക്ഡായിരുന്നു, തുറക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പം ഞാൻ എൻ്റെ കൈക്കാരന്മാരോടൊക്കെ കീ ചോദിച്ചു, പലരോടും ചോദിച്ചു, പക്ഷേ കീ കിട്ടിയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം എനിക്കൊരു കീ കിട്ടി. അപ്പം എനിക്ക് തോന്നുന്നത് അലമാരയുടെ കീ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എൻ്റെ അലമാര തുറക്കാൻ പറ്റി. അലമാര തുറന്നപ്പോൾ അതിൻ്റെ അകത്ത് പള്ളിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ എനിക്കിത് ഇങ്ങനെ ഒരു വുഡൻ ബോക്സ് കിട്ടി, ഡെക്കറേറ്റഡ് വുഡൻ ബോക്സ്. ഇതിൻ്റെ അകത്ത് ഒരു കീ ഹോളുണ്ട്, പക്ഷെ ഇതിൻ്റെ കീ എൻ്റെ കയ്യിലില്ല. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കൂട്ടത്തിൽ ഈ ബോക്സ് നിറച്ചും കീസ് ഉണ്ട്, കുറേ അധികം കീസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇത് സർപ്രൈസായിട്ട് തുറന്നാലോ. ഇറ്റ് മേ ബി എ ട്രഷർ ചെസ്റ്റ്, വാല്യുബിൾസ്, ഗോൾഡ്, എന്തോ ആകാം. നമുക്ക് നോക്കാം. ഓക്കെ, അതിനകത്ത് കുറേ അധികം കീസ് ഉണ്ട്. ചില കീസിന് ടാഗ് ഉണ്ട്, പേര് എഴുതിയിട്ടുണ്ട്. നമുക്ക് പേരുള്ള കീ ആദ്യം ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഗുഡ് വർക്ക്. ഗുഡ് വർക്ക്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ല, ഇത് കയറുന്നില്ല, കീ കയറുന്നില്ല. അപ്പോൾ ഈ കീ അല്ല. ലെറ്റ് us try this one. ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ചേർച്ച് പള്ളിയിൽ നിന്ന് എഴുതിയിരിക്കുന്നത്, പള്ളിയുടെ കീ ആണോ അത്? നമുക്ക് നോക്കാം. ഇതും വർക്ക് ചെയ്യുന്നില്ല, ഇതും വർക്ക് ചെയ്യുന്നില്ല. ഇതിലെഴുതിയിരിക്കുന്നത് മണി എന്നാണ്, പണം, മണി. അതൊരു വലിയ കീ ആണ്. ഒയ്യോ, ഇത് ചെറിയ പെട്ടിയാണ്. ഇത് ഹോളിലൊക്കെ കയറുന്നു പോലുമില്ല. അപ്പം ഈ കീയോ അല്ല. പിന്നെ നിക്ക് വി ഹാവ് എ കീ വിത്ത്, ഇതിൻ്റെ അത് ടാഗൊന്നുമില്ല, ബട്ട് വി ഹാവ് എ ക്രോസ്. ജീസസ് ഉള്ളൊരു ക്രോസ് ഉണ്ട്. ഇത് ക്യൂട്ടായിട്ടുള്ള കീ ആണല്ലോ. ഇത് മിക്കവാറും എൻ്റെ സ്യൂട്ടാവുമെന്ന് എനിക്ക് തോന്നണേ. നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, അകത്തോട്ട് കയറുന്നുണ്ട്. വർക്ക് ചെയ്തു. ഇത് തുറക്കാൻ പറ്റുന്നുണ്ടല്ലോ. യെസ്, നോക്കി, ദിസ് ഈസ് ഗോൾഡ്. ഐ ടോൾഡ് യു നോ ദിസ് എ ട്രഷർ ചെസ്റ്റ്. ഗോൾഡ്. പള്ളിക്കിട്ട് ഓഫറിങ് ആയിരിക്കും അല്ലേ ഇത്? എനിവേ, ഒരു വലിയ സർപ്രൈസായി പോയി. ഒരു വലിയ ട്രഷർ ബോക്സ് തുറന്നു. എന്തായിരിക്കും ഇത്? ഇതിലെന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവുമോ നോക്കാം നമുക്ക്. യെസ്, ഇറ്റ് ഈസ് റിട്ടൺ ഹെവൻ. ഹെവൻ എഴുതിയേക്കണം. അപ്പം ഇതിൽ ഒരു പാരബിൾ ഉണ്ട്. ഇതിന് ഓപ്പൺ ചെയ്യാനുള്ള കീ ഹെവൻ എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആദ്യം എടുത്ത താക്കോൽ എഴുതിച്ച ഗുഡ് വർക്ക്സ് എന്നാണ്. എന്ന് വെച്ചാൽ നന്മ ചെയ്യുന്ന ആൾക്കാർ, നന്മ ചെയ്തുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നിർബന്ധമില്ല. നന്മ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഹെവൻ തുറക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ചോദിച്ചെടുത്തേ. എന്ന് വെച്ചാൽ സൺഡേസിൽ പള്ളിയിൽ പോകുന്ന ആൾക്കാർ, ഈസ്റ്ററിന്, ക്രിസ്മസിനൊക്കെ പള്ളിയിൽ പോകുന്ന ആൾക്കാർ, പള്ളി പോയതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോവും? പള്ളി പോയതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, തുറക്കാൻ പറ്റില്ല, ഹെവൻ തുറക്കാൻ പറ്റില്ല. അതാണ് സെക്കൻഡ് കീ. ആൻഡ് തേർഡ് കീ വാസ് എ ബിഗ് കീ. അതെന്തായിരുന്നു? അത് പണമായിരുന്നു, മണി, വെൽത്ത്. ചില ആൾക്കാരുണ്ട്, അവർ വിചാരിക്കുന്നത് കുറേ അധികം സംഭാവന കൊടുത്താൽ, പണം കൊടുത്തു കഴിഞ്ഞാൽ, ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ പറ്റുന്നു. അല്ല, അത് കൊടുത്തത് കൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പോകത്തില്ല. സോ ഈ കീയും വർക്കാവില്ല. പിന്നെ വർക്ക് ചെയ്ത കീ ഏതാ? ഒന്നൊരു ടാഗൊന്നും ഇല്ലാത്ത ഈ സ്മോൾ കീ ആണ് വർക്ക് ചെയ്തത്. ഇതെന്തായിരിക്കും? ആരെയും അകത്തല്ലേ? ജീസസ്. ദാറ്റ് മീൻസ് ജീസസ് ഈസ് ദ കീ ടു ഹെവൻ. ജീസസ് ആണ് സ്വർഗം തുറക്കാനുള്ള താക്കോൽ. ഇന്നത്തെ ഗോസ്പൽ അതാണ് പറയുന്നത്. ഈശോ തൻ്റെ 12 ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പം ലീഡറായിട്ടുള്ള പീറ്ററാണ് ഉത്തരം പറയുന്നത്, യു ആർ ദ സൺ ഓഫ് ലിവിങ് ഗാഡ്.
യു ആർ ദ സൺ ഓഫ് ലിവിങ് ഗോഡ്. പീറ്ററിനാണ് ആ വെളിപാട് കിട്ടുന്നത്. എന്താ? ക്രിസ്തുവാണ് സ്വർഗത്തിൻ്റെ താക്കോൽ. ജീസസ് ഹാപ്പി ആയിട്ട് ഇപ്പോൾ പറയുന്നതെന്ന് അറിയുമോ? പത്രോസേ, ഇതാ സ്വർഗരാജിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് നൽകുന്നു. ഐ ആം ഗിവിങ് യു ദ കീസ് ടു ഹെവൻ. അങ്ങനെ പത്രോസിന് ഈശോ സ്വർഗത്തിൻ്റെ കീസ് കൊടുത്തതിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഗോസ്പൽ വായിക്കുന്നത്. മക്കളെ, ഒരുപാട് സ്വർഗം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരും. അത് തുറക്കാനുള്ള കുറേ കീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു വരും. ബട്ട് ബിലീവ് മീ, ബിലീവ് ഇൻ ദ ബൈബിൾ. ജീസസ് ഈസ് ദ കീ ടു ഹെവൻ. സോ നോ ജീസസ്, ലവ് ജീസസ്, ലീവ് ജീസസ്. സ്വർഗത്തിൻ്റെ വാല് തുറക്കാൻ പറ്റും. ഈ ട്രഷർ ചെസ്റ്റിൻ്റെ നമ്മൾ തുറന്നില്ലേ, ഇതുപോലെ ഇതിനേക്കാളും വലിയ വാല്യുബിൾ ആയിട്ടുള്ള ട്രഷറാണ് ഹെവൻ. ആൻഡ് we can gain heaven. We can enter into heaven. Leave Jesus. എല്ലാവർക്കും ഹാവ് എ സൺഡേ.